السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. തറാവീഹ് 3 റക്അത്ത് നിസ്കരിച്ചു സലാം വീട്ടിയപ്പോ 3 ആൾക്കാർ പറഞ്ഞപ്പോ ഒരു റക്അത്തും കൂടെ നിസ്കരിച്ചത് 4 ആക്കി എന്ന് പറയുന്ന രൂപം ശരിയല്ല. ആ നിസ്കാരം അതുകൊണ്ട് തന്നെ ബാത്തിലാവും. കാരണം തറാവീഹ് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടണം. ആ സമയത്ത് 2 വിചാരിച്ച മൂപ്പര് ആ നിസ്കരിച്ച് നിർത്തിയപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? 3 നിസ്കരിച്ചപ്പോൾ 3 മൂപ്പരെ വിശ്വാസത്തിലില്ലല്ലോ, 2 വിശ്വസിച്ചല്ലേ നിസ്കരിച്ചേ. അതുകൊണ്ട് അതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. ആ സമയത്ത് പിന്നെ ഒന്നും കൂടെ കൂട്ടിയപ്പോഴാണ് എന്തായത് കുഴപ്പമായത്. അങ്ങനെ കൂട്ടാൻ പാടില്ല. ഈ 2 റക്അത്തിൽ സലാം വിട്ടത് നിർബന്ധമാണ്. തറാവീഹ് 20 കൂടെ ഒന്നിച്ച് നിയ്യത്ത് ചെയ്യാമോ എന്നൊരു ചോദ്യമുണ്ട്. അത് പറ്റൂല. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ടൽ നിർബന്ധമാണ് തറാവീഹില്. ആ സലാം വിട്ടുന്നതിനോട് കൂടെ അതിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ ഈ 2 റക്അത്തിലും പ്രത്യേകം നിയ്യത്ത് ചെയ്യണം എന്ന് ഉണർത്തുന്നു. ഇപ്പം വിത്തറ് 3 റക്അത്തും കൂടെ ഒന്നിച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ്. പക്ഷെ ഉത്തമം 2ഉം 1ഉം വെവ്വേറാക്കി നിസ്കരിക്കലാണ്. അതുകൊണ്ട് 3 കൂടെ ഒന്നിച്ച് നിസ്കരിച്ചാൽ പിന്നെ മടക്കേണ്ട ഒന്നുമില്ല. അതേസമയത്ത് ഉത്തമം വെവ്വേറെ നിസ്കരിക്കലാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇശ തറാവീഹ് ജമാഅത്ത് നടക്കുകയാണ് പള്ളിയിൽ ചെല്ലുമ്പോ. അപ്പൊ ഇശ നിസ്കരിക്കാതെ ആ തറാവീഹിന്റെ ജമാഅത്തിൽ കൂടാൻ പറ്റൂല. കാരണം ഇശ നിസ്കരിച്ചാലേ തറാവീഹ് നിസ്കരിക്കാനുള്ള സമയം ആരംഭിക്കുള്ളൂ. അപ്പൊ ഇശ എന്ന നിയ്യത്തോട് കൂടാ തറാവീഹിൽ കൂടിയിട്ട് ഇമാമു സലാം വിട്ടിയതിനു ശേഷം ബാക്കി തുടർന്ന് നിസ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും അതിൽ വലിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് അപ്പുറത്ത് ഇശ നിസ്കരിച്ചിട്ട് പിന്നെ ഈ തറാവീഹിൽ ജോയിൻ ചെയ്യാന്നുള്ള റൂട്ടാണ് സ്വീകരിക്കാൻ നല്ലത് എന്ന് ഉണർത്തുന്നു. അല്ലാഹു തആല നമുക്ക് ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.